ധർമ്മമില്ല നാടിനോ രക്ഷയില്ല ഇടതു സംഘികൾ തകർത്തു സുന്ദര നാട് നീതിയില്ല ധർമ്മമില്ല നാടിനോ രക്ഷയില്ല ഇടതു സംഘികൾ തകർത്തു അധികാരത്തിന്റെ സോപാനങ്ങളിൽ കടിച്ചു തൂങ്ങാൻ ആദർശ പിണ്ഡങ്ങൾ പടയം വെച്ച് കപട രാഷ്ട്രീയത്തിന്റെ മൂട് പടമണിഞ്ഞ് അധികാരത്തിന്റെ ശീതളച്ചാറയിൽ ആർത്തുല്ലസിക്കുന്നവർക്ക് മറുപടി നൽകാൻ വരികയാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. പൊള്ളയായ വാഗ്ദാനങ്ങൾ വെച്ച് വിളമ്പിയവർക്കെതിരെ കടക്കുപുറത്ത് എന്ന് നെറ്റിച്ചുളിച്ച് പറഞ്ഞവർക്കെതിരെ അധികാരത്തിന്റെ പടി കയറിയതിനു ശേഷം സാധാരണക്കാരന്റെ അന്നം മുട്ടിച്ചവർക്കെതിരെ വർഗീയത പറഞ്ഞ് വെറുപ്പ് പരത്തിയവർക്കെതിരെ വിദ്യാഭ്യാസ പുരോഗതി ഇല്ലായ്മ ചെയ്തവർക്കെതിരെ ഇഷ്ടക്കാരെ ഇഷ്ടമുള്ളിടത്ത് പ്രതിഷ്ഠാനം ചെയ്ത ചിറ്റപ്പന്മാർക്കെതിരെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മറവ് സ്വർണം കടത്തിയ ഒച്ചാപ്പമാർക്കെതിരെ മഹാമാരികൾക്കിടയിലും നമ്മുടെ നാടിനെ ഒറ്റക്കൊടുത്തവർക്കെതിരെ പ്രളയകാലത്ത് നാട് മുഴുവൻ വെള്ളത്തിലായപ്പോൾ ഫണ്ടടിച്ചു മാറ്റി അതിൽ കൈയിട്ട് വാരി അണ്ണാക്ക് തൊടാതെ വെട്ടി വീങ്ങിയവർക്കെതിരെ അവസാനം ലഹരിക്കടിമപ്പെട്ട് മന്ത്രി പൂങ്കവന്മാരുടെ മക്കൾ വരെ പ്രതികളായ അധോലോക ഭരണത്തിന്റെ നെറികെട്ട് മാറിയ നാണംകെട്ട ഒരുപാട് വർഷങ്ങള് അഴിമതിയും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും സ്ത്രീ ബാലപീഡനങ്ങളും തുടങ്ങി കണ്ണിൽ കണ്ട എല്ലാം നെറികെട്ട ഓരോരോ പ്രവർത്തനങ്ങൾക്കും മുഖ്യന്റെ ഓഫീസ് നേതൃത്വത്തിന്റെ പടപ്പാട്ട് മുഴക്കുന്ന ഈ കാലഘട്ടത്തില് വേണോ സഹിക്കണോ നമ്മുടെ നാട്ടിലും ഇവരിൽ നിന്നും പൊട്ടിമുളച്ചു പൊന്തി വരുന്ന ഇടത് മെമ്പർമാരെ തടയിടണം നമ്മൾ. അതിനു വേണം നമ്മുടെ നാട്ടിലും ഒരു UDF-ന്റെ മെമ്പർ. വരും കാലങ്ങളിൽ നല്ല പകലന്തികൾ കൺമുന്നിൽ കണ്ടുണരാൻ നാടുനീളെ വികസനത്തിന്റെ വിപ്ലവം സൃഷ്ടിക്കുവാനായി വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് UDF-ന്റെ സാരഥികൾക്ക് വോട്ടുകൾ നൽകി അവരെ അധികാരത്തിന്റെ ഭരണ സാമീപ്യം ഏൽപ്പിക്കണമേ എന്ന് നല്ലവരായ ഉത്ബുദ്ധരായ നാടിനെ സ്നേഹിക്കുന്ന വോട്ടർമാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.